The module starts with the process. We all know process is actually a small code, object code, which is stored on some media. But more than that, the process actually includes a set of resources like open files, signals, kernel data, processor state, memory address space, threads, data section, which contains the global variables. ഒരു പ്രോഗ്രാം മാത്രമായിട്ട് നമുക്ക് പ്രോസസ്സിനെ പറയാൻ പറ്റില്ല. And the kernel has to manage all these details. The threads are actually, പ്രോസസ്സ് പറയുമ്പോൾ നമ്മൾ ത്രെഡ്സും പറയും. പ്രോസസ്സിനെ കാട്ടിയും ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എക്സിക്യൂഷൻ ഇസ് ത്രെഡ് എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഒബ്ജക്റ്റ് ഓഫ് ആക്ടിവിറ്റി വിത്തിൻ ദ പ്രോസസ്. ആൻഡ് ദ ത്രെഡ് കണ്ടെയ്ൻസ് പ്രോഗ്രാം കൗണ്ടർ, process stack and a set of registers. A program itself is not a process. പ്രോഗ്രാമിനെ നമ്മൾ ഫുള്ളായിട്ട് പ്രോസസ്സ് എന്ന് പറയില്ല. എ പ്രോസസ് ഈസ് ആക്ച്വലി ആൻ ആക്റ്റീവ് പ്രോഗ്രാം ആൻഡ് ദ റിലേറ്റഡ് റിസോഴ്സസ്. പ്രോസസ്സ് പറയുമ്പോൾ പ്രോഗ്രാമും അതിൻ്റെ റിലേറ്റ് ചെയ്ത് വരുന്ന റിസോഴ്സസും കൂടെ പറയുമ്പോഴാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയാൻ പാടുള്ളൂ. ദെൻ how do we create the process? Which function is called for creating a process? We all know it is fork. And when a fork function is called, it will create a process. As a result of that, the system, after creating a process, the system will return from the kernel. The system call will return from the kernel. അതായത് ഫോർക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കോൾ ആയതുകൊണ്ട് തന്നെ അത് കേർണൽ സ്പേസിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ എക്സിക്യൂഷൻ വി ഹാവ് ടു റിട്ടേൺ ഫ്രം ദ കേർണൽ സ്പേസ് ടു ദ യൂസർ സ്പേസ്. യൂസർ സ്പേസ് കേർണൽ സ്പേസ് എന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് അഡ്രസ് സ്പേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. whenever a system call is being executed, it executes in the kernel space. So if we are in the system space, when a system call is coming, or a fork system call is coming, we move to the kernel space, and the kernel in the kernel space we will be executing the fork system call. After execution we have to return from the kernel space. അപ്പോൾ അവിടെ രണ്ട് പ്രാവശ്യം നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് പേരൻറ്റ് പ്രോസസ്സിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നതും, രണ്ട് എന്ന് പറയുന്നത് പേരൻറ്റ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ചൈൽഡ് പ്രോസസ്സിൽ നിന്നും നമ്മൾ റിട്ടേൺ ചെയ്യണം. അങ്ങനെ രണ്ട് റിട്ടേൺ അവിടെ ഉണ്ട് ഫോർക്ക് വിളിക്കുന്ന പേരൻറ്റിൻ്റെ റിട്ടേണും പേരൻറ്റ് ക്രിയേറ്റ് ചെയ്ത ചൈൽഡിൽ നിന്നുമുള്ള റിട്ടേണും. വെൻ ഇറ്റ് ഈസ് കമ്മിങ് ടു ദ ലിനക്സ്, the fork system call is implemented via the clone system call, and when we exit, it is exited using the function exit function. And when a process exit, it is placed into a special zombie state that represents the terminated process until the parent clause calls the wait function. Now we will see the process descriptor and the task structure. ഈ പ്രോസസ്സിനെ കേർണൽ ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ് ഇനി പ്രോസസ് ഡിസ്ക്രിപ്റ്റർ എന്ന് നോക്കാം. കേർണൽ നമ്മൾ നേരത്തെ നോക്കി, കേർണലിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഈ പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദർ വിൽ ബി സോ മെനി പ്രോസസ് ആൻഡ് വി നീഡ് ടു കീപ്പ് എ റെക്കോർഡ് ഓഫ് ദാറ്റ്, ഓർ വി നീഡ് ടു കീപ്പ് ട്രാക്ക് ഓഫ് ഓൾ ദീസ് പ്രോസസ്സസ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മളൊരു സർക്കുലർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് നമ്മളിതിനെ ക്രിയേറ്റ് ചെയ്തിടും. എന്നിട്ട് അതിൻ്റെ പേരാണ് ടാസ്ക് ലിസ്റ്റ്. ഒരു ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ പ്രോസസ്സിനെല്ലാം ഈ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഇടും. ഈ ലിസ്റ്റിന് പറയുന്ന പേരാണ് ടാസ്ക് ലിസ്റ്റ്. ആൻഡ് ഈ ടാസ്ക് ലിസ്റ്റിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് schedule.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് അതിന് ഇംപ്ലിമെൻറ്റേഷൻ കിടക്കുന്നത്. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മളൊരു സ്ട്രക്ചറിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സ്ട്രക്ചറിൻ്റെ പേരാണ് ടാസ്ക് സ്ട്രക്റ്റ്. ദ പ്രോസസ് ഡിസ്ക്രിപ്റ്റർ കണ്ടെയ്ൻസ് എന്തൊക്കെയുണ്ട്? ഇതാണ് ഇവിടെ ഈ ഫിഗറിൽ ശ്രദ്ധിക്കുക. അവിടെ പ്രോസസ് ഡിസ്ക്രിപ്റ്ററിൻ്റെ ഒരു ടാസ്ക് സ്ട്രക്ചറിൻ്റെ സ്ട്രക്ചർ നമുക്ക് കാണാം. അവിടെ എന്തൊക്കെയുണ്ട്? അതിൻ്റെ സ്റ്റേറ്റ്, പ്രയോറിറ്റി, പോളിസി, പേരൻറ്റ്, ഹെഡ്,
ഈ ടാസ്കിൻ്റെ ഹെഡിലിരിക്കുന്ന ആരാണ്. ദെൻ പ്രോസസ് ID. ദർ ആർ സോ മെനി റിലേറ്റഡ് ഡേറ്റ വിത്ത് ഓഫ് ദ പ്രോസസ്സ്. ഒരു പ്രോസസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡേറ്റകളും ഈ സ്ട്രക്ചറിനകത്ത് സ്റ്റോർ ചെയ്യും. ഈ സ്ട്രക്ചറിന് എന്താണ് ശരിക്കും ഈ സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റേഷൻ എന്താ? പ്രോസസ് ഡിസ്ക്രിപ്റ്ററിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് സ്ട്രക്ചർ. അതിൻ്റെ പേരാണ് ടാസ്ക് സ്ട്രക്റ്റ്. അങ്ങനെ കുറേ ടാസ്ക് സ്ട്രക്റ്റുകളുണ്ട്, കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെല്ലാം കുറേ ടാസ്ക് സ്ട്രക്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇതുണ്ട്. ഇതിനെല്ലാം കൂടെ എവിടെ ഇടും? ടാസ്ക് ലിസ്റ്റിലിട്ടാണ് ഇടുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രോസസ് ഡിസ്ക്രിപ്റ്ററിനെ അലോട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഈ പ്രോസസ് ഡിസ്ക്രിപ്റ്ററിനെ അലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാസ്ക് സ്ട്രക്ചറാണല്ലോ. ഇത് അലോക്കേറ്റ് ചെയ്ത് തരുന്ന ആൾ സ്ലാബ് അലോക്കേറ്ററാണ്. അത് മെമ്മറി അലോക്കേഷൻ പ്രോസസ്സാണ്. മെമ്മറിയിൽ നമുക്ക് ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിക്കാതെ എഫിഷ്യൻ്റായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലാബ് അലോക്കേറ്ററിനെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇനി അടുത്തത് നോക്കേണ്ടത് ത്രെഡ് ഇൻഫർമേഷൻ. ത്രെഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതിനകത്ത് ഈ ടാസ്ക് സ്ട്രക്റ്റിൻ്റെക്കുള്ള ഒരു പോയിൻ്റർ, ഡൊമെയിനിലേക്കുള്ള പോയിൻ്റർ, ഫ്ലാഗ്, സ്റ്റാറ്റസ്, CPU, പ്രീഎംപ്റ്റ് കൗണ്ട്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ത്രെഡ് സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ബാക്കി സെഗ്മെൻറ്റ്, അഡ്രസ് ലിമിറ്റ്, റീസ്റ്റാർട്ട് ബ്ലോക്ക്, സിസ്റ്റം എൻ്റർ റിട്ടേൺ, അൺആക്സസ് എറർ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ത്രെഡിനെ സംബന്ധിച്ചുള്ള സ്ട്രക്ചറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഈ പ്രോസസ് ഡിസ്ക്രിപ്റ്ററിനെ നമ്മൾ കേർണൽ സ്റ്റാക്ക്, ഈച്ച് ടാസ്ക് ത്രെഡ് ഇൻഫോ സ്ട്രക്ചർ ഈസ് അലോക്കേറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് സ്റ്റാക്ക് ആൻഡ് ദ ടാസ്ക് എലമെൻറ്റ് ഓഫ് ദ സ്ട്രക്ചർ ഈസ് എ പോയിൻ്റർ ടു ദ ആക്ച്വൽ ടാസ്ക് സ്ട്രക്ട്. ഇനി എങ്ങനെയാണ് ഈ പ്രോസസ് ഡിസ്ക്രിപ്റ്ററിനെ സ്റ്റോർ ചെയ്യുന്നത്? പ്രോസസ് ഡിസ്ക്രിപ്റ്ററിന് ഒരു പ്രോസസ് ID ഉണ്ടാവും. അതൊരു ഇൻറ്റിജർ ഡേറ്റയാണ്. അതൊരു ഹെഡർ ഫയലിൽ ഇതിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. Although the value optionally can be increased as high as 4 million in Linux thread.h, the kernel stores this value as process ID inside each process descriptor. ഓരോ പ്രോസസ്സിനും ഓരോ പ്രോസസ് ID ഉണ്ട്. അത് പ്രോസസ് ഡിസ്ക്രിപ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ദെൻ കംസ് ദ ടാസ്ക് സ്റ്റേറ്റ്. നമുക്ക് ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ആദ്യം നമ്മൾ ഈച്ച് പ്രോസസ്, ഓരോ പ്രോസസ്സിനും എക്സാക്ട്ലി ദർ ആർ 5 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ദ പ്രോസസ് ഹാസ് 5 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് ടാസ്ക് റണ്ണിങ്. ആദ്യം പ്രോസസ്സ് റണ്ണിങ് സ്റ്റേറ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് ടാസ്ക് റണ്ണിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിലും, പ്രോസസ്സ് സ്ലീപ്പിങ്ങിലാണെങ്കിൽ ടാസ്ക് ഇൻ്ററപ്റ്റബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റിലും, ടാസ്ക് അൺഇൻ്ററപ്റ്റബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ് it is given to the state is identical to task interruptible except that it does not wake up and become runnable if it receives a signal. Uninterruptible എന്ന് പറഞ്ഞാൽ അത് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാലും ആ ടാസ്കിനെ നമുക്ക് ഇൻ്ററപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അൺഇൻ്ററപ്റ്റബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ടാസ്ക് ട്രേസ്ഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. ടാസ്ക് ട്രേസ്ഡ്, this process is being tracked by another process. Then task stopped, this process execution has stopped. അപ്പോൾ നമുക്ക് ഈ ഫിഗർ പഠിക്കണം, ഇതിൻ്റെ സ്റ്റേറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. Then how do we manipulate the current process state? മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് സെറ്റ് ടാസ്ക് സ്റ്റേറ്റ്. അതിനകത്തേക്ക് ടാസ്കും സ്റ്റേറ്റും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. ദെൻ പ്രോസസ് കോണ്ടെക്സ്റ്റ്. വെൻ എ പ്രോഗ്രാം, നമ്മൾ ഇൻ്ററപ്റ്റ് കോണ്ടെക്സ്റ്റും പ്രോസസ് കോണ്ടെക്സ്റ്റും പഠിക്കുന്നുണ്ട്. ഇനിയും നമ്മളൊരു പ്രോഗ്രാം സിസ്റ്റം കോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിസ്റ്റം കോൾ വരുന്നു. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിലോട്ട് മാറും? നമ്മൾ കേർണൽ മോഡിലോട്ട് മാറും. യൂസർ സ്പേസിലാണെങ്കിൽ നമ്മൾ കേർണൽ സ്പേസിലേക്ക് പോകും. എന്നിട്ട് ഈ കേർണൽ സ്പേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അറ്റ് ദിസ് പോയിൻറ്റ് ദ കേർണൽ ഈസ് സെഡ് ടു ബി എക്സിക്യൂട്ടിംഗ് on behalf of the process and it is in the process context. And next we'll see how we are manipulating the current process state. അതിന് നമ്മൾ
പ്രോസസ് സ്റ്റേറ്റ് സെറ്റ് ചെയ്യാൻ ഒരു ഫംഗ്ഷനെ വിളിച്ചാൽ മതി. സെറ്റ് ടാസ്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സെറ്റ് ദാറ്റ് ടു ഏതാണോ സ്റ്റേറ്റ്, ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് അതിനെ സെറ്റ് ചെയ്ത് വയ്ക്കും. ദെൻ ദ പ്രോസസ് ഫാമിലി ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, ഏത് ഓർഡറിലാണ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിനെ വിളിക്കുന്ന ഇനിറ്റ് പ്രോസസ്സ് വിളിച്ചിട്ട് ഇനിഷ്യൽ പ്രോസസ്സ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ദർ വിൽ ബി എ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ടാസ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സർക്കുലർ ലിസ്റ്റ് വിച്ച് ഈസ് എ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് ഇറ്റ് വിൽ ഐട്രേറ്റ് ഓവർ ഓൾ ദീസ് പ്രോസസ്സസ്. ഓരോ ടാസ്കിൻ്റെയും നമ്മൾ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക്ഡ് ലിസ്റ്റ് അനുസരിച്ച് ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പ്രീവിയസ് ടാസ്കും നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വഴിയിട്ടാണ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യുന്നത്. ദെൻ കംസ് ദ പ്രോസസ് ക്രിയേഷൻ. ഇവിടെയാണ് നമ്മൾ ഫോർക്കും എക്സിക്യൂട്ടും പഠിച്ചിട്ടുള്ളത്. ഫോർക്കാണ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ ചൈൽഡ് പ്രോസസ് which is a copy of the current task. Then it will return a process ID. And PPID is the parent's ID. Process parent ID and PID process ID. അത് രണ്ടും റിട്ടേൺ ചെയ്യും. The second function execute loads a new executable into the address space and begins executing it. എന്നിട്ട് എക്സിക്യൂട്ട് എന്ന് പറയുന്നത് ഒരു പുതിയ എക്സിക്യൂട്ടബിൾ ഫംഗ്ഷനെ എടുത്ത് അഡ്രസ് സ്പേസിലോട്ട് വയ്ക്കും. ഫോർക്ക് ക്രിയേറ്റ് ചെയ്യും, എക്സിക്യൂട്ട് ഒരു പ്രോസസ്സിനെ എടുത്ത് അഡ്രസ്സബിൾ സ്പേസിലോട്ട് വയ്ക്കും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കോപ്പി ഓൺ റൈറ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. കോപ്പി ഓൺ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണയും നമ്മൾ ഫോർക്കിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ many functions which are already in use. ഡേറ്റയും കാര്യങ്ങളും എല്ലാം ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്തിൻ്റെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്കവിടെ ലോട്ട്സ് ഓഫ് മെമ്മറി സ്പേസ് വിൽ ബി ടേക്കൺ. ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഷെയറിങ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് കോപ്പി ഓൺ റൈറ്റ്. ഇറ്റ് ഈസ് എ ടെക്നിക് ടു പ്രിവെൻറ്റ് ദ കോപ്പിയിങ് ഓഫ് ദ ഡേറ്റ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് പകരം പേരൻറ്റും ചൈൽഡും ഒരു സിംഗിൾ കോപ്പി ഷെയർ ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ റിസോഴ്സസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുന്ന റിസോഴ്സസിനെ നമ്മൾ ഷെയർ ചെയ്യും. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്തേക്ക് റൈറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഡേറ്റയാണ് നമുക്കുള്ളത്. Then this is an optimization technique which will prevent the wasted copying of large amount of data. Then we will see forking. Forking function ഇവിടെ നടക്കുന്നത് ക്ലോൺ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ കൂടിയാണ്. അപ്പോൾ ക്ലോൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇറ്റ് ഈസ് എ സിസ്റ്റം കോൾ. ഇറ്റ് വിൽ ഇൻ ടേൺ കോൾ എ ഡു ഫോർക്ക്. ഓക്കെ, ഡു ഫോർക്ക് എന്താ ചെയ്യുന്നത്, ഡു ഫോർക്ക് ഒരു കോപ്പി പ്രോസസ്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ വിളിക്കും. ഓക്കെ, ക്ലോൺ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ക്ലോൺ ഡു ഫോർക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കും. ഈ ഡു ഫോർക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോപ്പി പ്രോസസ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കും. അതെന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് ടാസ്ക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ വിളിക്കും. എന്നിട്ട് അത് ന്യൂ ചൈൽഡിനെ ചെക്ക് ചെയ്യും. എന്നിട്ട് the bulk of values in the task struct remain. ചില വാല്യൂസ് അൺചേഞ്ച്ഡ് ആയിട്ടുള്ളതിനെ അൺചേഞ്ച്ഡ് ആക്കി വയ്ക്കും. അൺഇൻറ്ററപ്റ്റബിൾ സ്റ്റേറ്റിലേക്ക് സെറ്റ് ചെയ്യും. ദെൻ ഫ്ലാഗ്സ് കോപ്പി ചെയ്യും. പ്രോസസ് ID അലൊക്കേറ്റ് ചെയ്യും. ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്ലാഗ്സ് പാസ്ഡ് ടു ദ ക്ലോൺ, കോപ്പി പ്രോസസ് either duplicate or shares the files. പിന്നെ അവസാനം കോപ്പി പ്രോസസ് വിൽ ക്ലീൻ അപ്പ് ആൻഡ് റിട്ടേൺസ് ടു ദ കോളർ എ പോയിൻ്റർ ടു ദ ന്യൂ ചൈൽഡ്. വി ഫോർക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇറ്റ് ഹാസ് ദ സെയിം ഇഫക്റ്റ് ആസ് ദ ഫോർക്ക് ഫംഗ്ഷൻ എക്സെപ്റ്റ് ദാറ്റ് ദ പേജ് ടേബിൾ എൻട്രീസ് ഓഫ് ദ പേരൻറ്റ് പ്രോസസ് ആർ നോട്ട് കോപ്പീഡ്. അടുത്തത് ലിനക്സ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ത്രെഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. Threads enable concurrent programming and multitasking. Linux kernel, there is no concept of the thread. Linux implement thread as a standard process. It does not provide any special scheduling or data structures to represent the thread. Instead, a thread is merely a process that shares certain resources with other process.
Each thread has a unique task struct and appears to the kernel as a normal process. Thread just happens to share the resources. Linux thread are actually a manner of sharing resources between the process. അടുത്തത് ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 3 ക്ലോൺ ഫംഗ്ഷനെ പറ്റി പറയുകയാണ്. ക്ലോൺ വിത്ത് ഫ്ലാഗ്സ് പാസ്റ്റ്. അടുത്തത് എന്തൊക്കെയാണ്? ക്ലോൺ VM, ക്ലോൺ FS, ക്ലോൺ ഫയൽസ്, ക്ലോൺ സിഗ്നൽ ഹാൻഡ്. അതെല്ലാം താഴെ പറയുന്നുണ്ട് ഫ്ലാഗ്സിനെ പറ്റി. ദെൻ ഫോർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്ലോൺ ഫംഗ്ഷനിൽ സിഗ്നൽ ഓഫ് ദ ചൈൽഡും ഒരു ഫ്ലാഗും പാസ് ചെയ്യും. പിന്നെ ഫോർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ക്ലോൺ ഫോർക്കും ക്ലോൺ VM അല്ലെങ്കിൽ സിഗ്നൽ ചൈൽഡ് എന്ന് പറയുന്ന ഫ്ലാഗും 0യും കൂടെ സെൻഡ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം ക്ലോൺ ഫംഗ്ഷൻ വഴിയാണ് ത്രെഡിനെ വിളിക്കുന്നത്. പക്ഷേ ലിനക്സ് /schedule.hലാണ് ഈ ത്രെഡ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനെ നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാമാണ് ആ ഫ്ലാഗ്. നമ്മൾ നേരത്തെ നോക്കിയ ഫ്ലാഗ്സ് ഇതൊക്കെയാണ്. ദെൻ കംസ് ദ കേർണൽ ത്രെഡ്. Kernel accomplishes via kernel thread standard process that exists solely in kernel space. The significant difference between the kernel threads and normal process is that kernel threads do not have address space. They operate only in kernel space and do not context switch into user space. Kernel threads are schedulable and preemptible, the same as normal processes. പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എക്സിറ്റ് ഫംഗ്ഷൻ. എക്സിറ്റ് ഫംഗ്ഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? PF എക്സിറ്റിംഗ് ഫയൽസിനെ നമ്മൾ ഫ്ലാഗ് സെറ്റ് ചെയ്യും. ഡിലീറ്റ് ടൈമർ സിങ്ക് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ച് ടൈമറിനെ എല്ലാം റിമൂവ് ചെയ്യും. ഇറ്റ് വിൽ അപ്ഡേറ്റ് ഓൾ ദി ഇൻറ്റഗ്രൽസ്. ദെൻ ലൈക്ക് ടു റൈറ്റ് ഔട്ട് ഓൾ ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതിൻ്റെ ഇപ്പോൾ എത്ര ഇതിനെ വിളിച്ചു, അങ്ങനെയൊക്കെയുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, തുടങ്ങിയ സമയം, അങ്ങനെയൊക്കെയുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻസൊക്കെ ഫ്ലാഗ് അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. ദെൻ എക്സിറ്റ് then to release all the address space. Then to if the process is waiting, അടുത്തത് അഞ്ചാമത്തത് ഏതെങ്കിലും സെമാഫോറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ DQ ചെയ്യും. ദെൻ ആറാമത്തത് ഡിക്രിമെൻറ്റ് ദ യൂസേജ് കൗണ്ട് ഓഫ് ഒബ്ജക്ട്സ്. ദെൻ ഇറ്റ് വിൽ സെറ്റ് ദ ടാസ്ക് എക്സിറ്റ് കോഡ്. ദെൻ ഇറ്റ് വിൽ കോൾ ദി എക്സിറ്റ് നോട്ടിഫൈ. എട്ടാമത്തത് ടു സെൻഡ് സിഗ്നൽ ടു ദ പേരൻസിനെല്ലാം നമ്മൾ നോട്ടിഫൈ ചെയ്യും. ദെൻ ഡു എക്സിറ്റ് വിൽ കോൾ ദ ഷെഡ്യൂൾ ഫംഗ്ഷൻ ടു സ്വിച്ച് ടു ദ ന്യൂ പ്രോസസ്സ്. പുതിയ പ്രോസസ്സിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യും. അത് കഴിഞ്ഞ് പ്രോസസ് ഡിസ്ക്രിപ്റ്ററിനെ നമ്മൾ റിമൂവ് ചെയ്യും. അടുത്തത് അതിന് ഇറ്റ് വിൽ കോൾ എക്സിറ്റ് സിഗ്നൽ. ദെൻ ഇറ്റ് വിൽ റിലീസ് എനി റിമൈനിങ് സോഴ്സ്. ദെൻ it will notify the leader parent and it will free all the pages. Thank you.